ആശ എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു, ആശ. അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് നന്നാവണം എന്ന വിചാരത്തിൽ ഇസ്ലാം സ്വീകരിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ശത്രുക്കൾ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എവിടെ പോവാ? ഇസ്ലാം സ്വീകരിക്കാൻ. ഇയാളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, എടോ, ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെയല്ലേ അത് സ്വീകരിക്കണത്. അപ്പോൾ അടുത്തത് ഇവർ പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചാൽ വ്യഭിചരിക്കാനൊന്നും പറ്റൂല, സുഖമുള്ള പരിപാടിയൊന്നും പറ്റൂല. അത് ഇസ്ലാം പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റന്നെ. വേറൊരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് സുഖം, എനിക്കതൊന്നും സമ്മതിക്കാൻ പറ്റില്ല. ഇയാളെ എങ്ങനെയും പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അടവ് മാറ്റി. പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചാൽ കുടിക്കാൻ പറ്റൂല, കള്ളു കുടിക്കാൻ പറ്റില്ല. ഓ, അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ ഉണ്ടല്ലേ. എന്നൊരു കാര്യം ചെയ്യും, ഇക്കൊല്ലം ഏതായാലും അടിച്ചു തിമിർത്തട കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫൈനൽ ഇയർ ഏതായാലും അടിച്ചു പൊളിക്കുക, പിന്നീട് നന്നാവാന്ന്. ലാസ്റ്റ് മോളെയും കൂടി കല്യാണമല്ലേ, ഗാനമേള. ലാസ്റ്റ് മോളെ കല്യാണം അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഇനി കബറിലേക്ക് പോകുന്നതിന് മുമ്പ് ആജിക്കാക്ക് മോളില്ലല്ല. അതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അടിച്ചു പൊളിക്കുക. അടുത്ത കൊല്ലം ഇസ്ലാമിലേക്ക് വരാം. തഫ്സീർ ഖുർത്തുബിയിലുണ്ട് ഈ ചരിത്രം. അങ്ങനെ ഇയാൾ ആ തീരുമാനത്തോടെ നാട്ടിലേക്ക് കുതിരപ്പുറത്ത് തിരിച്ചു പോകുമ്പോൾ കുതിരന്ന് താഴേക്ക് വീണു, മരിച്ചു. ഇതാണ് നാളെ നന്നാവാം എന്ന് ചിന്തിക്കുന്നവരുടെ ഗതികേടെന്ന് കിതാബുകളിൽ കാണാം. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യുവത്വം, അങ്ങനെ ഉള്ളവർക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു